നിലമ്പൂർ വെള്ളക്കെട്ടയിൽ പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവം ഓർമ്മയുണ്ട്. ആ വിദ്യാർത്ഥിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി എന്ന ഇപ്പോൾ വാർത്ത വരുന്നുണ്ട്. മൃതദേഹം ഉടൻ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വീടിന് സമീപത്തെ ശ്മശാനത്തിലാണ് സംസ്കാരം നടക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങളുമായി റാഫി കരീം നിലമ്പൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. റാഫി, പോസ്റ്റ്മോർട്ടം നടപടികൾ എപ്പോഴാണ് പൂർത്തിയായത്? ഇനി എന്താണ് ചടങ്ങ്? SK അല്പസമയം മുൻപാണ് ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായത്. ഏകദേശം 9 മണിയോടുകൂടിയാണ് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചത്. 9:45 തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിരിക്കുകയാണ്. ഇനി ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകും. ഈ മൃതദേഹം ഇനി നേരെ വഴിക്കടവിലുള്ള ഈ കുട്ടിയുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോവുക. ഈ വീട്ടിൽ പൊതുദർശനമുണ്ട്. ആളുകൾക്ക് കാണുന്നതിന് വേണ്ടിയുള്ള സൗകര്യം വീട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷം ഈ വീടിന് സമീപത്തുള്ള ശ്മശാനത്തിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും സംസ്കാരം ഉണ്ടാവുക എന്നുള്ളതാണ് നിലവിൽ ബന്ധുക്കളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. നിരവധി ആളുകളാണ് ഈ കുട്ടിയെ കാണുന്നതിന് വേണ്ടി ഈ ആശുപത്രിയിലേക്കും ഒപ്പം തന്നെ വീട്ടിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അതനുസരിച്ചായിരിക്കും സംസ്കാരത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുക. അല്പസമയത്തിനകം ഈ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ആംബുലൻസിൽ കുട്ടിയുടെ വീട്ടിലേക്ക് എത്തിക്കും. ഏകദേശം 8:30 തന്നെ ഈ കുട്ടിയുടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിരുന്നു. ഇൻക്വസ്റ്റിൽ കുട്ടിയുടെ ശരീരത്തിൽ മുറിവ് കണ്ടെത്തിയിരുന്നു. ഇത് വയറിന്റെ ഭാഗത്താണ് ഈ മുറിവ് കണ്ടെത്തിയത്. ഈ കുട്ടി ഈ ഷോക്കേറ്റ് വെള്ളത്തിൽ വീണ സമയത്തുണ്ടായി അപകടം പറ്റിയ സമയത്തുണ്ടായ മുറിവാണ് എന്നുള്ളതാണ് നിലവിൽ പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ. മറ്റ് സംശയിക്കുന്ന സാഹചര്യത്തിലുള്ള മുറിവുകളൊന്നും ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇൻക്വസ്റ്റിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിരിക്കുകയാണ്. ഈ പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക വിവരം ഉടനെ ലഭിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കുട്ടിയുടെ മരണകാരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സംശയിക്കുന്ന കാരണങ്ങളുണ്ടോ എന്നുള്ളതടക്കം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാലാണ് അറിയാൻ കഴിയുക. അതിനുശേഷമായിരിക്കും പോലീസിന്റെ അന്വേഷണം വിശദമായി നടക്കുക. നിലവിൽ പ്രതിയെ പിടികൂടിയിട്ടുണ്ടെങ്കിലും ശാസ്ത്രീയമായി ഈ മരണകാരണം സ്ഥിരീകരിച്ചതിന് ശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി ലഭിച്ചതിന് ശേഷമായിരിക്കും വിശദമായി മറ്റു കാര്യങ്ങൾ കൂടി എന്തായാലും പരിശോധിക്കുക. ഇൻക്വസ്റ്റിൽ സംശയിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളില്ല എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ചെറിയ മുറിപ്പാടുകളുണ്ട്. അത് ഈ അപകട സമയത്ത് സംഭവിച്ചതാകാം എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഈ വയറിന്റെ ഭാഗത്താണ് ഇത്തരത്തിലുള്ള മുറിപ്പാടുകൾ ഇൻക്വസ്റ്റിൽ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിരിക്കുന്നു. 10 മണിയോടുകൂടി തന്നെ മൃതദേഹം ഇവിടെ നിന്ന് ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അതിനുശേഷം ഈ മൃതദേഹം ഈ കുട്ടിയുടെ വീട്ടിലേക്ക് എത്തിക്കും. ഉച്ചയ്ക്ക് ശേഷമാണ് സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ ജോർജ് കുര്യൻ അടക്കമുള്ള കേന്ദ്രമന്ത്രിമാരും ഒപ്പം തന്നെ KPCC പ്രസിഡന്റ് അടക്കമുള്ളവർ